ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു കമ്പനിയിലെ അക്കൗണ്ട്സ് പേബിളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് തന്നെ ഒരു പോയിന്റിൽ നമ്മൾ കരിയർ അപ്സ്കിൽ ചെയ്യണം എന്നൊരു തോട്ട് വന്നത്. അപ്പോൾ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. പ്രെപ്ക്യൂ ആണ് നമുക്ക് ഫസ്റ്റ് ആയിട്ടൊരു ഓപ്ഷൻ വന്നത്. അപ്പോൾ നമ്മൾ പ്രെപ്ക്യൂവിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്തു. അവർ ഫുൾ നമുക്ക് എന്താണ് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഷെയർ ചെയ്തു. ഇപ്പോൾ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ കോഴ്സ് സൈഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ പ്രെപ്ക്യൂവിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ക്ലാസ്സസും ഉണ്ട്, അതല്ലാതെ തന്നെ റെക്കോർഡ് വീഡിയോസും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഓൺലൈൻ ബാച്ച് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ 2 days ഒരു 1 week നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, എംപ്ലോയബിലിറ്റി സ്കിൽ പ്രോഗ്രാം എന്ന് പറഞ്ഞു. അതിൽ നമ്മൾ ഫാക്കൽറ്റീസിലൊരു ഭയങ്കര നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു. എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂവിന് അപ്രോച്ച് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്. എൻ്റെ പേര് വിസ്മയ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. പ്രെപ്ക്യൂലെ EA 2023 ഓൺലൈൻ ബാച്ചാണ് ഞാൻ. എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു കമ്പനിയിലെ അക്കൗണ്ട്സ് പേബിളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് തന്നെ ഒരു പോയിന്റിൽ നമ്മൾ കരിയർ അപ്സ്കിൽ ചെയ്യണം എന്നൊരു തോട്ട് വന്നത്. അങ്ങനെയാണ് കോഴ്സസിനെ കുറിച്ച് അറിഞ്ഞതും പിന്നെ നമ്മൾ EA എന്നുള്ളത് ഫിക്സ് ചെയ്തതും. അപ്പോൾ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പോൾ പ്രെപ്ക്യൂ ആണ് നമുക്ക് ഫസ്റ്റ് ആയിട്ടൊരു ഓപ്ഷൻ വന്നത്. അപ്പോൾ നമ്മൾ പ്രെപ്ക്യൂവിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്തു. അവർ ഫുൾ നമുക്ക് എന്താണ് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഷെയർ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഏറെക്കുറെ ഫിക്സ് ആയി EA ചെയ്യാമെന്നുള്ള കാര്യത്തിൽ. ഇപ്പോൾ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ എനിക്ക് കോഴ്സ് സൈഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ പ്രെപ്ക്യൂവിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ക്ലാസ്സസും ഉണ്ട്, അതല്ലാതെ അതിൻ്റെ റെക്കോർഡ് വീഡിയോസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. കാരണം എനിക്ക് ഈ ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ചില സമയത്ത് പറ്റാറില്ല. അപ്പോൾ റെക്കോർഡ് സെഷനാണ് മെയിനായി ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ അതല്ലാതെ ഒരു പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് വെച്ച് നമ്മൾ സ്വന്തമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ക്ലിയർ ചെയ്തത്. എൻ്റെ ഒരു സ്റ്റഡി പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വീഡിയോസ് ലൈവ് വരാറില്ല, അല്ലെങ്കിൽ റെക്കോർഡ് സെക്ഷൻസ് കേൾക്കും. എന്നിട്ട് ഇവരുടെ മെറ്റീരിയൽസ് വെച്ച് തന്നെ പ്രെപ്ക്യൂവിൻ്റെ മെറ്റീരിയൽസ് വെച്ച് തന്നെ നമ്മളതിന് പ്രിപ്പയർ ചെയ്യും. പിന്നെ റിവിഷനാണ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. നമ്മളെല്ലാ പോർഷൻസും ഒരു വട്ടം ക്ലാസ് കേട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വിടാമെന്നല്ലാതെ നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്യുന്ന കാര്യം ഇന്നും നമ്മൾ പ്രീവിയസ് ഡേയുടെ ഒന്നില്ലെങ്കിൽ അത് റിവൈസ് ചെയ്യുക, അതല്ലെങ്കിൽ ജസ്റ്റ് ആ നോട്ട്സ് ഒന്ന് പാസ് ചെയ്യുകയോ ചെയ്താൽ നമുക്കിതിനെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഓൺലൈൻ ബാച്ച് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ 2 days ഒരു 1 week നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, എംപ്ലോയബിലിറ്റി സ്കിൽ പ്രോഗ്രാം എന്ന് പറഞ്ഞ്. അതിൽ നമ്മൾ ഫാക്കൽറ്റീസിലൊരു ഭയങ്കര നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു. എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂവിന് അപ്രോച്ച് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്. അപ്പോൾ അതിനുശേഷം ഞാനൊരു Big 4 ഒരു ഫോമിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സാമും ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. ജോബിന് ഓഫറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഓൾറെഡി 2 പാർട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഇനി 3rd പാർട്ടുള്ളത്, അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 2025 ഫെബ്രുവരിയോടുകൂടിയാണ്. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ EA ക്വാളിഫൈഡ് ആയി. അപ്പം എന്നിട്ട് വേണം അതിനനുസരിച്ച് US ടാക്സ് എനിക്ക് കരിയർ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു വിത്തിൻ 2 years 4 years 3 yearsനുള്ളിൽ CPA സ്റ്റാർട്ട് ചെയ്യാനാണ്.